വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ NDPC പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ രണ്ടാമത്തെ പാർട്ടാണ് നോക്കുന്നത്. GK സെക്ഷൻ ആണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. എൻ്റെ പേര് പ്രവീണ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Which of these festival is celebrated with dances like Dandiya and Garba? ദാണ്ടിയ, ഗർബ എന്നീ ഡാൻസുകൾ പെർഫോം ചെയ്യുന്നത് ഏത് ഫെസ്റ്റിവലിലാണ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതാണ് ഓപ്ഷൻസ്? എന്തൊക്കെയുണ്ട്? ശിവരാത്രി, നവരാത്രി, ബിഹു, വൈശാഖി. ഇത്രയാണ് ഓപ്ഷൻസ് ആയിട്ടുള്ളത്. ഇതിന്റെ ആൻസർ നവരാത്രിയാണ് ആൻസർ. ഗുജറാത്തിലാണ്, നോർത്ത് ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും ഉണ്ട്. ഗുജറാത്തിലാണ് മെയിൻ ആയിട്ടും ഈ ദാണ്ടിയ ആൻഡ് ഗർബ എന്ന് പറയുന്ന രണ്ട് ഡാൻസുകൾ പെർഫോം ചെയ്യുന്നത്. അതൊരു 9 days ഫെസ്റ്റിവൽ ആണ്. ഈ നവരാത്രി സമയത്താണ് ദാണ്ടിയ, ഗർബ എന്നീ നൃത്തരൂപങ്ങൾ പെർഫോം ചെയ്യുന്നത്. ബിഹു എന്ന് പറയുന്നത് ഒരു ഫെസ്റ്റിവൽ ആണ്. ബിഹു എന്താണ്? ബിഹു ഇസ് എ ഫെസ്റ്റിവൽ. എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? സെലിബ്രേറ്റഡ് ഇൻ ആസാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞായിരുന്നു അല്ലെ. ആസാമിലുള്ള ഒരു വിളവെടുപ്പ് ഉത്സവമാണ് എന്തെന്ന് പറയുന്നത്? ബിഹു എന്ന് പറയുന്നത്. ഒരു വിളവെടുപ്പ് ഉത്സവമാണ് ബിഹു എന്ന് പറയുന്നത്. ബിഹു 3 ടൈപ്പ് ഉണ്ടെന്നും ഒക്കെ പറഞ്ഞായിരുന്നു അല്ലെ. ഏതൊക്കെയാണ്? മൊഹാങ് ബിഹു, മധു ബിഹു, കാട്ടി ബിഹു എന്നിങ്ങനെ 3 ടൈപ്പ് ബിഹു ഉണ്ട്. പിന്നീട് ബൈശാഖി ഒരു വിളവെടുപ്പ് ഉത്സവം തന്നെയാണ്. ഇത് എവിടെയാണുള്ളത്? പഞ്ചാബിലാണ് ബൈശാഖി സെലിബ്രേറ്റ് ചെയ്യുന്ന എവിടെയാണ്? പഞ്ചാബിലാണ്. അടുത്തത്, which festival is celebrated to mark the beginning of harvesting season in Assam? അപ്പോഴ് നമ്മളിപ്പോ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഏതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? പൊങ്കലുണ്ട്, മകരസംക്രാന്തി ഉണ്ട്, ബൊഹാങ് ബിഹു ഉണ്ട്, സുപാരു ഉണ്ട്. ഇതിനകത്ത് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ബൊഹാങ് ബിഹു ആണ്. ആസാമിലെ ഹാർവെസ്റ്റിംഗ് സീസണിന്റെ ബിഗിനിങ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ആസാമിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് ഇത്. ഇത് ഒരുപാട് എക്സാമ്പിൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബിഹുവിന്റെ കാര്യം. പൊങ്കൽ എവിടത്തെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം എവിടത്തെയാണ്. തമിഴ്നാട്ടിലെയാണ് പൊങ്കൽ എന്ന് പറയുന്നത്. തമിഴ്നാടാണ്. മകരസംക്രാന്തി തമിഴ്നാട്ടിലാണ്. ഇതൊരു കൈറ്റ് ഫെസ്റ്റിവൽ ആണ്. പട്ടമൊക്കെ പറത്തുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്. അപ്പോഴ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? പൊങ്കൽ തമിഴ്നാട്ടിലെ വിളവെടുപ്പ് ഉത്സവമാണ് അല്ലെ പൊങ്കൽ എന്ന് പറയുന്നത്. അടുത്തത്, ഈസ്റ്റർ ഈസ് സെലിബ്രേറ്റഡ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡേയ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈസ്റ്റർ ഏതിനെ ഫോളോ ചെയ്തിട്ടാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ് ഇവിടെ ഈസ്റ്റർ എപ്പോഴും ഒരു ഇവിടെ സൺഡേയിലാണല്ലേ വരുന്നത്. അപ്പൊ അത് സാറ്റർഡേ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ദ സോഷ്യൽ ഫെസ്റ്റിവൽ ചപ്ചാർ മേള ഈസ് ഓർഗനൈസ്ഡ്? അപ്പൊ ചപ്ചാർ മേള എവിടെയാണ്? ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ദ സോഷ്യൽ ഫെസ്റ്റിവൽ ചപ്ചാർ മേള ഈസ് ഓർഗനൈസ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ആയിട്ട് ചപ്ചാർ മേള എന്ന് പറയുന്നത് പഞ്ചാബിലെ ലുധിയാനയിലുള്ള ചപ്ചാർ ഡിസ്ട്രിക്റ്റില് ഉള്ള ഒരു ഫെസ്റ്റിവൽ ആണ്. ഇത് ഈ സ്നേക്കിനെയൊക്കെ ആരാധിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്. പഞ്ചാബിലാണ് ചപ്ചാർ മേള സെലിബ്രേറ്റ് ചെയ്യുന്നത്. ചപ്ചാർ മേള പഞ്ചാബ്. അടുത്ത, നൊക്കായി അഗ്രികൾച്ചർ ഫെസ്റ്റിവൽ ബിലോങ് ടു വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? നൊക്കായി എവിടെയാണ് ഉള്ളത്? നൊക്കായി ഉള്ളത് ഒഡീഷയിലാണ്. ഒഡീഷയിലെ അഗ്രികൾച്ചർ ഫെസ്റ്റിവൽ ആണെന്ന് പറയുന്നത്. പിന്നെ നൊക്കായി എന്ന് പറയുന്നത് നൊക്കായി. തമിഴ്നാട്ടിലേതാണ് പൊങ്കലുണ്ട്. അസം ബിഹു ആണ്. പിന്നീട് കർണാടകയിൽ വരുന്നത് ഉഗാദി എന്ന് പറയുന്നൊരു ഫെസ്റ്റിവൽ ആണ്. ഏതാണ്? ഈ വിളവെടുപ്പ് ഉത്സവം. നമ്മുടെ കേരളത്തിലെ വിഷുവിനെയൊക്കെ പോലെ വരുന്ന ഉത്സവങ്ങളാണ് ഇതെല്ലാം. ഉഗാദിയാണ് കർണാടകത്തിൽ വരുന്നത്. ഒഡീഷയിൽ ഏതാണെന്ന് പറഞ്ഞു? നുഖായി ആണ്. തമിഴ്നാട്ടിൽ പൊങ്കൽ. അസാമിൽ ഏതാണ്? ബിഹു ആണ് വരുന്നത്. ബിഹു ആണ് ആസാമിൽ വരുന്നത്. ദുർഗാ പൂജ ഈസ് ദ മെയിൻ ഫെസ്റ്റിവൽ ഓഫ്? ദുർഗാ പൂജ എവിടുത്തെ മെയിൻ ഫെസ്റ്റിവൽ ആണ്? ഇതിന്റെ ആൻസർ വെസ്റ്റ് ബംഗാളിലെ മെയിൻ ഫെസ്റ്റിവൽ ആണ് ദുർഗാ പൂജ എന്ന് പറയുന്നത്.
ദുർഗാ പൂജ ഈസ് എ മെയിൻ ഫെസ്റ്റിവൽ ഓഫ് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. അതുപോലെ ഗണേശ് ചതുർത്ഥി എവിടെയായിരുന്നു? നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഗണേശ് ചതുർത്ഥി മെയിൻ ആയിട്ട് എവിടെയാണ് വരുന്നത്? ഗണേശ് ചതുർത്ഥി മഹാരാഷ്ട്രയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ്. മഹാരാഷ്ട്രയാണ് ഗണേശ് ചതുർത്ഥി എന്ന് പറയുന്നത്. അതുപോലെ രാജസ്ഥാനിലാണ് ഗൂമർ എന്ന് പറയുന്ന നൃത്തരൂപമുള്ളത്. എവിടെയാണ്? രാജസ്ഥാനിലാണ്. പിന്നീട് കാശ്മീരിൽ റൗഫ് ഉണ്ട്. റൗഫ് എന്ന് പറയുന്ന ഒരു സെലിബ്രേഷൻ ഉണ്ട്. റാൻ ഫെസ്റ്റ് ഈസ് സെലിബ്രേറ്റഡ് ഇൻ. റാൻ ഫെസ്റ്റ് എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലെ കച്ച് ഡിസ്ട്രിക്റ്റിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് റാൻ ഫെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ രാജസ്ഥാൻ, മധ്യപ്രദേശിൽ ഖജുരാവോ ഫെസ്റ്റിവൽ ആണുള്ളത്. ഖജുരാവോ ഫെസ്റ്റിവൽ എവിടെയാണ്? മധ്യപ്രദേശിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. റാൻ ഓഫ് ഫെസ്റ്റ് എവിടെയാണ്? ഗുജറാത്തിലെ കച്ച് ഡിസ്ട്രിക്റ്റിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഇത് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദീസ് ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ഇൻ ദ ഫസ്റ്റ് വീക്ക് ഓഫ് എവരി ഡിസംബർ. ഡിസംബറിന്റെ ഫസ്റ്റ് വീക്കില് ഡിസംബർ 1 തൊട്ട് ഡിസംബർ 10 വരെ ഏതാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഹോൺബിൽ ഫെസ്റ്റിവൽ ആണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ ആണ് ഡിസംബറിന്റെ ഫസ്റ്റ് വീക്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഏതാണ്? ഹോൺബിൽ ഫെസ്റ്റിവൽ. ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിലാണെന്ന് വെച്ചാൽ എവിടെയാണ്? നാഗാലാൻഡിലാണ്. ഇതിനെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ് എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ആണ് ഏതെന്ന് പറയുന്നത്? ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഇതൊരു വിളവെടുപ്പ് ഉത്സവം തന്നെയാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. നാഗാലാൻഡില് നാഗാ ട്രൈബുകളാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നാഗാലാൻഡിലെ നാഗാ ട്രൈബുകളുടെ ഉത്സവമാണ് എന്തെന്ന് പറയുന്നത്? ഹോൺബിൽ ഫെസ്റ്റിവൽ. അതുപോലെ തന്നെ മറ്റെല്ലാ ട്രൈബുകളും അത് ആഘോഷിക്കുന്നുണ്ട് ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഇനി അത് അടുത്ത ക്വസ്റ്റ്യൻ, വെയർ ഈസ് ദ ഹോൺബിൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് എന്ന് തന്നെയാണ്. എവിടെയാണ് പറഞ്ഞത്? നാഗാലാൻഡിലാണ് എന്ത് ചെയ്യുന്നത്? ഹോൺബിൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് നാഗാലാൻഡിലാണ്. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. വെസ്റ്റ് ബംഗാളിലാണ് ദുർഗാ പൂജ എവിടെയാണെന്ന് പറഞ്ഞു? വെസ്റ്റ് ബംഗാളിലാണ് ദുർഗാ പൂജ മെയിൻ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ലൂസൂൺ ഫെസ്റ്റിവൽ ഈസ് പോപ്പുലർ ഇൻ. ലൂസൂൺ ഫെസ്റ്റിവൽ എവിടെയാണെന്ന് വെച്ചാൽ സിക്കിമിലാണ്. സിക്കിമിലെ സീസണൽ ആയിട്ടുള്ള ഒരു ഹാർവെസ്റ്റിംഗ് സീസണൽ ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് എന്താണ്? ലൂസൂൺ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ലൂസൂൺ ഫെസ്റ്റിവല്. കുംഭമേള ഈസ് ഹെൽഡ് ഇൻ വിച്ച് ഓഫ് ദി സിറ്റീസ് ഓഫ് മധ്യപ്രദേശ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കുംഭമേളയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? 6 വർഷത്തിൽ ഒരിക്കലും ഉണ്ട് അർദ്ധ കുംഭമേള എന്ന് പറയും. 6 monthsലുള്ളതാണെങ്കിൽ എന്ത് പറയും നമ്മള്? അർദ്ധ കുംഭമേള. 12 വർഷത്തിൽ ഒരിക്കലാണെങ്കിലോ പൂർണ്ണ കുംഭമേള. 12 വർഷത്തിൽ ഒരിക്കലാണെങ്കിൽ എന്ത് പറയും? പൂർണ്ണ കുംഭമേള എന്ന് പറയും. 12 വർഷത്തിലുള്ള കുംഭമേളയാണെങ്കിൽ അതിനെ പൂർണ്ണ കുംഭമേള എന്ന് പറയും. 6 monthsലാണെങ്കിൽ എന്ത് പറയും? അർദ്ധ കുംഭമേള എന്ന് പറയും. എന്ത് പറയും? അർദ്ധ കുംഭമേള എന്ന് പറയും. അപ്പൊ ഈ കുംഭമേള എന്ന് പറയുന്നത് ഇന്ത്യയില് പല സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ ഈ ഓപ്ഷനിൽ നമുക്ക് ഇതിനകത്ത് വരുന്ന ഉജ്ജയിൻ ആണ്. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കുംഭമേള ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് അലഹാബാദ്. എവിടെയാണ്? അലഹാബാദിലുണ്ട്. അതുപോലെ തന്നെ ഹരിദ്വാറിലുണ്ട്. എവിടെയുണ്ട്? ഹരിദ്വാറിലുണ്ട്. അതുപോലെ തന്നെ നാസിക്കിലുണ്ട്. പിന്നീട് എവിടെയാണ്? ഉജ്ജയിനിലാണുള്ളത്. 4 സ്ഥലങ്ങളിലാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അലഹബാദ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിൻ. അലഹബാദ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിൻ എന്നീ 4 സ്ഥലങ്ങളിലാണ് എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? കുംഭമേള സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പം 12 വർഷത്തിൽ ഒരിക്കലാണെങ്കിൽ പൂർണ്ണ കുംഭമേള എന്നും 6 വർഷത്തിൽ ഒരിക്കൽ സെലിബ്രേറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ അർദ്ധ കുംഭമേള എന്നും, അതുപോലെ തന്നെ മഹാകുംഭമേള എന്ന് വെച്ചാൽ 144 വർഷം കൂടുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? മഹാകുംഭമേള എന്ന് പറയുന്നത്. ഈ ജല്ലിക്കെട്ട്. വാട്ട് ഈസ് ജല്ലിക്കെട്ട്? എ ടാഗ് നെയിം, എ പോപ്പുലർ സ്പോർട്ട് ടു കൺട്രോൾ എ ബുൾ, എ ടൈപ്പ് ഓഫ് സ്വീറ്റ്, എ ടൈപ്പ് ഓഫ് ജെല്ലി. ഇതിനകത്ത് ഏതാണ് വരുന്നത്? എ പോപ്പുലർ സ്പോർട്ട് ടു കൺട്രോൾ എ ബുള്ള്. അതാണ് എന്തെന്ന് പറയുന്നത്? ജല്ലിക്കെട്ട്. ജല്ലിക്കെട്ട് എവിടെയാണുള്ളത്? തമിഴ്നാട്ടിലാണ് ജല്ലിക്കെട്ട് ആഘോഷിക്കുന്നത്. തമിഴ്നാട്ടിലാണ്
ജല്ലിക്കെട്ട് ആഘോഷിക്കുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഇനി വാട്ട് ഈസ് ദ ഷിഗ്മോ? ഷിഗ്മോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ സ്പ്രിംഗ് ഫെസ്റ്റിവൽ ഓഫ് ഗോവ, ഹയസ്റ്റ് പീക്ക് ഓഫ് നീലഗിരി, എ ടൈപ്പ് ഓഫ് റംഗോളി ഓഫ് ദ നെയിം ഓഫ് ലോർഡ് ശിവ. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഷിഗ്മോ എന്ന് പറയുന്നത് ഗോവയുടെ ഒരു ഫെസ്റ്റിവൽ ആണ്. ഗോവ സ്റ്റേറ്റിന്റെ സ്പ്രിംഗ് ഫെസ്റ്റിവൽ ആണ് നമ്മൾ ഷിഗ്മോ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഷിഗ്മോ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഗോവയിലെ സ്പ്രിംഗ് സീസൺ ആണ്. ആ സമയത്ത് ഈ ഷിഗ്മോ എന്ന് പറയുന്ന ദേശാടന കിളികൾ അവിടെ വരുന്നത് കൊണ്ടാണ് ഷിഗ്മോ ഫെസ്റ്റിവൽ എന്ന് നമ്മൾ അതിനെ അറിയപ്പെടുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഗിവൺ ദ ടൈറ്റിൽ ലേഡി വിത്ത് എ ലാമ്പ്? ലേഡി വിത്ത് എ ലാമ്പ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്ലോറൻസ് നൈറ്റിൻഗേൾ ആണ് ലേഡി വിത്ത് എ ലാമ്പ് എന്നറിയപ്പെടുന്നത്. ഈ ഫ്ലോറൻസ് നൈറ്റിൻഗേളിന്റെ ജന്മദിനമായ മെയ് 12 എന്തായിട്ടാണ് ആചരിക്കുന്നത്? നേഴ്സസ് ഡേ ആയിട്ട് നമ്മൾ ലോകമെമ്പാടും ആചരിക്കുന്നത് എന്നാണ് മെയ് 12. ആരുടെ ബർത്ത്ഡേ ആണ്? ഫ്ലോറൻസ് നൈറ്റിൻഗേളിന്റെ ബർത്ത്ഡേ ആണ്. ഇവരെ അറിയപ്പെടുന്നത് എന്താണ്? ലേഡി വിത്ത് ലാമ്പ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഫ്ലോറൻസ് നൈറ്റിൻഗേൾ ആണ്. ഇവരാണ് ആധുനിക മോഡേൺ നഴ്സിംഗിന് തുടക്കം കുറിച്ച ലേഡിയാണ് ഫ്ലോറൻസ് നൈറ്റിൻഗേൾ. അതുകൊണ്ടാണ് അവരുടെ ജന്മദിനം നേഴ്സസ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ വർക്ക് ഓഫ് കാളിദാസ്? ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കാളിദാസിന്റെ വർക്ക് ഏതാണ്? കുമാരസംഭവം, മൽത്തി മാധവ്, ഗീതാഞ്ജലി, പ്രേംചന്ദ്. അപ്പൊ ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് ആരാണ്? കാളിദാസിന്റെ ഏതാണ്? കുമാരസംഭവമാണ്. ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോറിന്റെയാണ് ഗീതാഞ്ജലി എന്ന് പറയുന്നത്. കുമാരസംഭവമാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. കാളിദാസിന്റെ വർക്കാണ് കുമാരസംഭവം എന്ന് പറയുന്ന ബുക്ക്. വാട്ട് ഈസ് ഫുൾ ഫോം ഓഫ് അമൃത്? അമൃതിന്റെ ഫുൾ ഫോം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അമൃത് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അമൃത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്കീമാണ്. ഇതൊരു സ്കീമാണ്, ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ്. എന്താണ് ഇതിന്റെ ഫുൾ ഫോം? അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ. അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നതാണ് അമൃത് എന്ന് പറയുന്നത്. ഇതൊരു സീവേജ് നെറ്റ്വർക്ക്, ഈ ഓടകളുടെ ഒക്കെ പുനർനിർമ്മാണം അങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് ഈ അമൃത് സ്കീം എന്ന് പറയുന്നത്. അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ ആണ് അമൃത് എന്ന് പറയുന്നത്. The objective of UNDP, United Nations Development Program, the objective എന്താണ്? To provide technical knowledge for mobility of economic and social development എന്നുള്ളതാണ്. ടെക്നിക്കൽ നോളേജ് കൊടുക്കുക എന്നുള്ളതാണ്. എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ടെക്നിക്കൽ നോളേജ് ആണ് എന്ത് യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ മെയിൻ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റൂൾസ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്താണ്? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു മോട്ടോ ബി ഹെൽത്തി ബി മൊബൈൽ എന്നുള്ളതാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു മോട്ടോയാണ് ബി ഹെൽത്തി ബി മൊബൈൽ. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് വേണ്ടിയിട്ടുള്ളതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. When did the International Monetary Fund came to existence? IMF came to existence എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. 1945 എന്ത് ചെയ്തത്? IMF നിലവിൽ വന്നത് 1945. അടുത്ത നമുക്ക് കുറച്ച് എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. Market where less number of companies existed and together control the majority is called. അപ്പൊ മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചറിന്റെ ക്വസ്റ്റ്യൻ ആണ്. മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നതാണ്. എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ? മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് പല ടൈപ്പ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. രണ്ടെന്ന് പറയുന്നത് മോണോപോളി. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. നാലെന്ന് പറയുന്നത് ഒളിഗോപോളിയാണ്. ഒളിഗോപോളി. മാർക്കറ്റിന്റെ പല സ്ട്രക്ചറുകളാണ് പറയുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇവിടെ ആണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് number of buyers and sellers
ആർ മോർ. ഒരുപാട് സെല്ലേഴ്സും ഒരുപാട് വാങ്ങുന്ന ആൾക്കാരും കൂടുതലുണ്ട്. വിൽപ്പനക്കാരും വാങ്ങിക്കുന്ന ആൾക്കാരും ഉപഭോക്താക്കളും ഒക്കെ കൂടുതലുള്ള ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അവിടെ പ്രൈസ് നിശ്ചയിക്കാനായിട്ട് ഈ കമ്പനികൾക്കൊന്നും യാതൊരു റോളും കാണില്ല. അവിടെ ആ മാർക്കറ്റാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. മാർക്കറ്റിലെ വേരിയേഷൻസ് അനുസരിച്ചിട്ടായിരിക്കും പ്രോഡക്റ്റിന്റെ എന്ത് ചെയ്യുന്നത്, റേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. അടുത്തത് മോണോപോളിയാണ്. മോണോപോളി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കുത്തക എന്നാണ്. എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാനായിട്ട് ഒരൊറ്റ സെല്ലറെ കാണത്തുള്ളൂ. ഒരൊറ്റ സെല്ലറും മോർ നമ്പർ ഓഫ് ബയേഴ്സ്, മേടിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരും കാണും. അപ്പൊ ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അപ്പൊ ഇതിന്റെ പ്രൈസ് ഓഫ് പ്രോഡക്റ്റ് ഡിസൈഡ് ചെയ്യുന്ന ആരായിരിക്കും, ഈ സെല്ലർ തന്നെയായിരിക്കും. പ്രൈസ് ഓഫ് പ്രോഡക്റ്റ് ഡിസൈഡഡ് ബൈ ആരാണ്, ഈ സെല്ലർക്ക് ഇഷ്ടമുള്ള റേറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് വിൽക്കാനായിട്ട് പറ്റും. ഇനി മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ്. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഏകദേശം സെയിം ആയിട്ടുള്ളത് അല്ലെ, ഒരു സെയിം ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിനെ എന്ത് ചെയ്യുന്നു, സെയിം ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിനെ പല കമ്പനികൾ എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് കമ്പനീസ് എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രൊഡ്യൂസ്ഡ് ബൈ ഡിഫറെന്റ് കമ്പനീസ്, പ്രൊഡ്യൂസ്ഡ് ബൈ ഡിഫറെന്റ് കമ്പനീസ്. അതായത് ഇപ്പോഴും നമ്മൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഷാംപൂ ആണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഷാംപൂ എന്ന് പറയുന്നത് എന്താണ്, ഇത് ഒരേ രീതിയിൽ തന്നെ ഇരിക്കുകയാണ്. പല കച്ചവടക്കാര് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഷാംപൂവിന്റെ കളറും അതിന്റെ പാക്കിങ്ങും അതിന്റെ കാണുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതെല്ലാം സെയിം ആയിട്ട് തന്നെയാണ്. അതിനെയാണ് നമ്മൾ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഒളിഗോപോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒളിഗോപോളി എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് കുറച്ച് നമ്പർ എന്താണ്, സ്മോൾ നമ്പർ ഓഫ് എന്താണ്, കുറച്ച് നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാകും, പിന്നീട് ബയേഴ്സും കുറച്ച് നമ്പേഴ്സ് ഉണ്ടാകും. ഇപ്പൊ എന്താണ്, ഈ സെല്ലേഴ്സിന്റെ എണ്ണം കുറവാണ്. അപ്പൊ അവരെല്ലാരും കൂടി തീരുമാനിക്കും ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് എത്രയാണ് എന്നുള്ളത്. അവരെല്ലാരും കൂടി തീരുമാനിച്ചിട്ട് മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ഒളിഗോപോളി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അത്രയാണ് ഒളിഗോപോളി. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, മാർക്കറ്റ് വെയർ ലെസ് നമ്പർ ഓഫ് കമ്പനീസ് എക്സിസ്റ്റഡ് ആൻഡ് ടുഗദർ കൺട്രോൾ ദ മെജോറിറ്റി ഈസ് കോൾഡ് ഒളിഗോപോളി. ഒളിഗോപോളി എന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. MRP മീൻസ് ഓൺ പാക്കേജ് ഓഫ് എനി ഗുഡ്സ്. MRPയുടെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. MRPയുടെ ഫുൾ ഫോം എന്താണ്, മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്നാണ്. MRPയുടെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് എന്താണ്, മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ കാൾഡ് ഫോർ ഗ്രോത്ത് ഓഫ് ഓയിൽ സീഡ് പ്രൊഡക്ഷൻ. ഓയിൽ സീഡ് പ്രൊഡക്ഷനെ എന്ത് പറയും, യെല്ലോ റെവല്യൂഷൻ എന്ന് പറയും. ഗ്രീൻ റെവല്യൂഷൻ എന്താണ്, ഫുഡ് ഗ്രെയിൻസിന്റെയാണ്. ഫുഡ് ഗ്രെയിൻസിന്റെ പ്രൊഡക്ഷൻ ആണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ വീറ്റ് റൈസ് ഇവയൊക്കെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തത് ഗ്രീൻ റെവല്യൂഷനിലാണ്. ഇനി ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് ആരാണ്, ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് ആരാണ്, ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് MS സ്വാമിനാഥനെയാണ്. MS സ്വാമിനാഥനാണ് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. യെല്ലോ റെവല്യൂഷൻ എന്താണ്, ഗ്രോത്ത് ഓഫ് ഓയിൽ സീഡ് പ്രൊഡക്ഷൻ ആണ്. ഓയിൽ സീഡ് പ്രൊഡക്ഷൻ ആണ് എന്ന് പറയുന്നത്. യെല്ലോ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഓയിൽ സീഡ് പ്രൊഡക്ഷൻ ആണ്. വൈറ്റ് റെവല്യൂഷൻ എന്താണ്, പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ആണ്. മിൽക്കിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ആണ്. ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ ആരാണ്, ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത്, ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത് ഏതാരാണ്, വർഗീസ് കുര്യനാണ്. വർഗീസ് കുര്യനാണ് ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത്, വർഗീസ് കുര്യനാണ്. അപ്പൊ ഈ ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, വൈറ്റ് റെവല്യൂഷൻ, മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് റെവല്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്താണ്, ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. ബ്രൗൺ റെവല്യൂഷൻ ആണെങ്കിൽ ലെതർ പ്രൊഡക്ഷനുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താണ്, ലെതർ പ്രൊഡക്ഷനുമായിട്ടാണ്
ഏത് ബ്രൗൺ റവല്യൂഷൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ വീറ്റ്, റൈസ് എന്നിവ ഗ്രീൻ റവല്യൂഷൻ ആണ്. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ M.S. സ്വാമിനാഥനാണ്. ഇനി പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ആണ് വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത്. ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ ആരാണ്? വർഗീസ് കുര്യൻ ആണ്, മലയാളിയാണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈറ്റ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലെതർ പ്രൊഡക്ഷൻ ആണ് ബ്രൗൺ റവല്യൂഷൻ എന്ന് പറയുന്നത്. ലെതർ പ്രൊഡക്ഷൻ ആണ്. In reference of Indian economy, which of the following comes under primary sector? Primary sector വരുന്ന എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നെ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, പിന്നീടോ ടെറിഷറി സെക്ടർ. അപ്പൊ ഇവിടെ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്നിങ്ങനെ 3 സെക്ടറുകളായിട്ട് വെച്ചേക്കുവാണ് നമ്മൾ. പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് നമ്മൾ അഗ്രികൾച്ചർ, നാച്ചുറൽ റിസോഴ്സസുകളെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. നാച്ചുറൽ റിസോഴ്സുകൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പ്രൈമറി സെക്ടറിൽ വരുന്നത്. സെക്കൻഡറി സെക്ടറിൽ വരുന്നത് ഇൻഡസ്ട്രിയുമായി റിലേറ്റ് ചെയ്തതാണ്. അതായത് ഈ നാച്ചുറൽ റിസോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന സ്ഥലമാണ് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. ടെർഷറി സെക്ടർ എന്ന് പറയുന്നത് അതിൽ വരുന്നത് സർവീസ് കാര്യങ്ങളാണ്. നാച്ചുറൽ റിസോഴ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയാം, ആനിമൽ ഹസ്ബൻഡറി വരാം, അഗ്രികൾച്ചർ വരാം, പിന്നീട് മൈനിങ് വരാം, ഖനനം വരാം, ഫിഷറീസ് വരാം. ഇതെല്ലാം നമുക്ക് പ്രൈമറി സെക്ടറിൽ വരാം. ഇനി സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയാണ്. അതായത് വ്യവസായങ്ങളും ഫാക്ടറീസും കാര്യങ്ങളും ബിൽഡിങ്ങും കെട്ടിട നിർമ്മാണം ഇതെല്ലാം നമുക്ക് എവിടെ വരാം? സെക്കൻഡറി സെക്ടറിൽ വരാം. ഇനി ടെറിഷറി സെക്ടറിൽ ബാങ്കിങ് വരാം, സർവീസ്, ബാങ്കിങ്, എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള ഇൻഷുറൻസ്, ഹെൽത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ടെറിഷറി സെക്ടറിലാണ് വരുന്നത്. അപ്പൊ ഇൻ റെഫറൻസ് ഓഫ് ഇന്ത്യൻ എക്കണോമി വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ദ പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ആൻസർ എവിടെയാണ്? അഗ്രികൾച്ചർ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. എഡ്യൂക്കേഷൻ ഒക്കെ ഏതാണ്? ടെറിഷറി സെക്ടറിലാണ് വരുന്നത്. ടെറിഷറി സെക്ടറിലാണ് എന്ത് വരുന്നത്? എഡ്യൂക്കേഷൻ വരുന്നത്. ബാങ്കിങ്ങും ടെറിഷറി ആണ്. സർവീസ് ആണ് ബാങ്കിങ്. ഹെൽത്തും എന്താണ്? ടെറിഷറി സെക്ടറിലാണ് വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഇൻ റെഫറൻസ് ഇന്ത്യൻ എക്കണോമി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ടെറിഷറി സെക്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഇതിനകത്ത് വരുന്നത് ഹെൽത്ത് ആണ്, ടെറിഷറി. ഇതാണ് എന്താണ് സെക്കൻഡറി സെക്ടർ. ആനിമൽ ഹസ്ബൻഡറി പ്രൈമറി ആണ്. അഗ്രികൾച്ചറും പ്രൈമറി സെക്ടറിലാണ് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിപ്പാർട്ട്മെന്റ് കാൽക്കുലേറ്റ് GDP ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏതാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. When was the National Development Council established? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1952-ലാണ്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഇതാണ് എന്ത് ചെയ്യുന്നത്? പ്ലാനിംഗ് കമ്മീഷന് അപ്രൂവൽ കൊടുക്കുന്ന ബോഡിയാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. പ്ലാനിംഗ് കമ്മീഷൻ പഞ്ചവത്സര പദ്ധതികളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് പ്ലാനിംഗ് കമ്മീഷനാണ്. അതിന് അപ്രൂവൽ കൊടുക്കുന്ന ഏജൻസിയാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. അതെന്നാണ് വന്നത്? 1952-ലാണ്. അപ്പൊ ഈ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അപ്രൂവൽ ഇല്ലാതെ വന്ന 5 ഇയർ പ്ലാൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആണ് വന്നത്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അപ്രൂവൽ ഇല്ലാതെ വന്ന 5 ഇയർ പ്ലാൻ ആണ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. 1951 തൊട്ട് 1956 വരെയായിരുന്നു ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. അപ്പൊ ഈ ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ കാലഘട്ടത്തിൽ NDC വന്നിട്ടില്ല. NDC 1952-ലേ വന്നുള്ളൂ. 1951 തന്നെ ഇത് തുടങ്ങിക്കഴിഞ്ഞായിരുന്നു. 1950 മാർച്ച് 15-നാണ് 1950 മാർച്ച് 15-നാണ് എന്ത് നിലവിൽ വന്നത്? പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്. പ്ലാനിംഗ് കമ്മീഷന്റെ ഫസ്റ്റ് ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഫസ്റ്റ്
ഫസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് 1950 മാർച്ച് 15-നാണ് വരുന്നത്. In which of the following list the subject economic planning is placed? Economic planning ഏത് ലിസ്റ്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു? കൺകറന്റ് ലിസ്റ്റിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. കൺകറന്റ് ലിസ്റ്റിലാണ് എക്കണോമിക് പ്ലാനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. In which 5-year plan government has started agriculture policy by which green revolution was started? ഗ്രീൻ റെവല്യൂഷൻ ഏതാണ്? 3rd 5-year പ്ലാനിലാണ് എന്ത് ചെയ്തത്? 3rd 5-year പ്ലാനിലാണ് എന്ത് ചെയ്യുന്നത്? In which 5-year plan government has started agriculture policy by which green revolution was started? 3rd 5-year plan 1966, 69 കാലഘട്ടത്തിലൊക്കെയാണ് എന്ത് വരുന്നത്? ഈ ഗ്രീൻ റെവല്യൂഷൻ വരുന്നത്. ഗ്രീൻ റെവല്യൂഷന്റെ ഫാദർ ആരായിരുന്നു? MS സ്വാമിനാഥനാണ്. ആരാണ്? MS സ്വാമിനാഥനാണ്. സെക്കൻഡ് 5-year പ്ലാന്റെ കാലഘട്ടം എന്താണ്? 1956 തൊട്ട് 61 വരെയാണ് സെക്കൻഡ് 5-year പ്ലാന്റെ കാലഘട്ടം. What was the duration of second 5-year plan ആണ് നമ്മളിപ്പോ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. 1956 തൊട്ട് 61 വരെ. 51, 66 ആണ് ഫസ്റ്റ് 5-year പ്ലാന്റെ കാലഘട്ടമാണ്. ഇത് ഫസ്റ്റ് ആണ്, ഫസ്റ്റ് 5-year പ്ലാൻ ആണ്. ഇത് സെക്കൻഡ് 5-year പ്ലാൻ ആണ്. Which one of the following is an extra constitutional body എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ആർട്ടിക്കിൾ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ എത്രയാണ്? ഫിനാൻസ് കമ്മീഷന്റെ ആർട്ടിക്കിൾ 280 ആണ്. അപ്പോൾ ഇതുപോലെ ലിംഗ്വിസ്റ്റിക് കമ്മീഷനും ഏതാണ് നമ്മുടെ ആർട്ടിക്കിളിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഒരു ആർട്ടിക്കിൾ ലിംഗ്വിസ്റ്റിക് കമ്മീഷനൊക്കെ. ഇലക്ഷൻ കമ്മീഷനും എന്ത് ചെയ്തിട്ടുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ എത്രയാണ്? 324 ഇലക്ഷൻ കമ്മീഷന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇപ്പൊ നീതി ആയോഗ് ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇതൊരു അഡ്വൈസറി ബോഡിയാണ്. എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. പിന്നീട് ഇതൊരു അഡ്വൈസറി ബോഡിയാണ്. അതിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വെച്ചാല് പിന്നീട് നിയമം മൂലം ഒരു ആക്ട് മൂലം നമ്മൾ ഉണ്ടാക്കുന്ന ബോഡികളാണ് എന്തെന്ന് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂട്ട് ഒരു നിയമം കൊണ്ടുവന്നിട്ട് പിന്നെ നിർമ്മിക്കുന്ന ബോഡികളെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. ഫസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ജവഹർലാൽ നെഹ്റു ആണ്. ഫസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് 5-year പ്ലാൻ ജനറലി കോൾഡ്. സെക്കൻഡ് 5-year പ്ലാൻ എന്ത് പറയുന്നത്? ഫസ്റ്റ് 5-year പ്ലാനെ നമ്മൾ വിളിക്കുന്ന പേര് ഹരോൾഡ് ഡോമർ മോഡൽ എന്നാണ്. സെക്കൻഡ് 5-year പ്ലാനെ എന്ത് വിളിക്കുന്നു? മഹലനോബിസ് മോഡൽ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണിത്. നമ്മളിത് പഠിച്ചതാണ്, ഒന്നും കൂടി റിവൈസ് ചെയ്യുന്നുണ്ടേ ഉള്ളൂ. മഹലനോബിസ് മോഡലാണ് സെക്കൻഡ് 5-year പ്ലാൻ എന്ന് പറയുന്നത്. When did the economic liberalization started in India? ഇന്ത്യയില് പുത്തൻ സാമ്പത്തിക നിയമം വന്നത് 1991-ലാണ്. എന്തായിരുന്നു അതിൽ പറഞ്ഞത്? ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ. ഈ നയങ്ങളൊക്കെ കൊണ്ടുവന്നത് എപ്പോഴായിരുന്നു? പുത്തൻ ന്യൂ എക്കണോമിക് പോളിസിയിലാണ്. അപ്പം ഇത് വന്നത് 1991-ലാണ്. PV നരസിംഹറാവു പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോഴായിരുന്നു ഇന്ത്യയിൽ ന്യൂ എക്കണോമിക് പോളിസി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഫുൾ ഫോം ഓഫ് നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. നീതി ആയോഗ് എന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷന് പകരമായി വന്ന ബോഡിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ 2014 പ്ലാനിംഗ് കമ്മീഷന്റെ പ്രവർത്തനമൊക്കെ അവസാനിച്ചു. ഡിസംബർ 31 2015 ജനുവരി 1 എന്ത് വരികയാണ്? നീതി ആയോഗ് വരികയാണ്. നീതി ആയോഗ് വരുന്നത് 2015 ജനുവരി 1 നീതി ആയോഗിന്റെ പ്രൈം മിനിസ്റ്റർ ആരാണ്? നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്?
നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ് എപ്പോഴും. അപ്പോൾ ഇപ്പോഴത്തെ ആരാണ്? നരേന്ദ്രമോദിയാണ്. സിഇഒ ആരാണ്? BVR സുബ്രഹ്മണ്യമാണ് സിഇഒ നീതി ആയോഗ് എന്ന് പറയുന്നത്. വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറിയാണ്. ഇപ്പം പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പകരം വന്നതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. വിച്ച് സെൻട്രൽ ബാങ്ക് കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ റീജിയണൽ റൂറൽ ബാങ്ക്? റീജിയണൽ റൂറൽ ബാങ്കിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നബാർഡ് ആണ്. നബാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നബാർഡിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് നബാർഡ് എന്ന് പറയുന്നത്. ഈ നബാർഡ് ആണ് ഈ റീജിയണൽ റൂറൽ ബാങ്കുകളെയൊക്കെ എന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കുന്നത്. ഫുൾ ഫോം ഓഫ് നബാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളിപ്പോ പറഞ്ഞത് തന്നെ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് നബാർഡിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. Where is the headquarters of Reserve Bank of India located? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നത് ഏത് വർഷമാണ്? 1935 1935-ലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI വരുന്നത്. ആദ്യം ഇതിന്റെ ആസ്ഥാനം കൊൽക്കട്ടയിലായിരുന്നു. പിന്നീട് 1937-ലാണ് ഇത് എന്ത് ചെയ്തത്? സ്ഥിരമായി മുംബൈയിലേക്ക് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മാറുന്നത്. 1949-ൽ എന്ത് ചെയ്തു? 49-ലാണ് ആദ്യമായി RBI എന്ത് ചെയ്തത്? നാഷണലൈസ് ചെയ്തത്. നാഷണലൈസേഷൻ. RBI ആദ്യമായി നാഷണലൈസ് ചെയ്തത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1949-ലാണ്. അതുപോലെ ബാങ്ക് നാഷണലൈസേഷൻ ഒക്കെ ഇന്ത്യയിൽ വന്നത്. ഇന്ത്യയിൽ വന്നത് ആദ്യമായി 14 ബാങ്കുകളെയാണ് നാഷണലൈസ് ചെയ്തത്. അതെന്നാണ്? 1969-ലാണ് ആദ്യമായി 14 ബാങ്കുകളെ ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്താണ് ബാങ്ക് നാഷണലൈസേഷൻ വരുന്നത്. പിന്നീട് 1980-ല് രണ്ടാം ബാങ്ക് നാഷണലൈസേഷൻ വന്നു. രണ്ടാമത്തെ ബാങ്ക് നാഷണലൈസേഷൻ വന്നു. അപ്പോഴെത്രയാണ്? 6 ബാങ്കുകളെയാണ് എന്ത് ചെയ്തത്? നാഷണലൈസ് ചെയ്തത്. 6 ബാങ്കുകളെയാണ് നാഷണലൈസ് ചെയ്യുന്നത്. വിച്ച് ഈസ് ദ ഫസ്റ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിച്ച് വാസ് ഫോർ വിമൻ? സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ബാങ്ക് ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതീയ മഹിളാ ബാങ്കാണ്. ഭാരതീയ മഹിളാ ബാങ്ക് ആണ് സ്ത്രീകൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങിയ ബാങ്ക് എന്ന് പറയുന്നത്. ഭാരതീയ മഹിളാ ബാങ്ക് ആണ് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വന്ന ബാങ്ക് എന്ന് പറയുന്നത്. In 1955 വിച്ച് ബാങ്ക് വാസ് നെയിം വാസ് ചേഞ്ച്ഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ 1955-ല് ഏത് ബാങ്കിന്റെ പേരാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് മാറ്റിയത്? ഏതാണെന്ന് അറിയാമോ? ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഏതാണ്? ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്തെന്ന് അറിയപ്പെടുന്നത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന്, അതായത് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പേര് മാറിയത്. ഇൻ വിച്ച് ഇയർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് നാഷണലൈസ്ഡ്? നമ്മളിപ്പോ നേരത്തേക്കത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. 1949-ലാണ് എന്ത് വരുന്നത്? RBI നാഷണലൈസേഷൻ വരുന്നത് 1949-ലാണ്. RBI നിലവിൽ വരുന്നത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മിറ്റി. ഹിൽട്ടൺ യങ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് RBI നിലവിൽ വരുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോഗോയിലുള്ള
ലോഗോയിലുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ്? പാമും ടൈഗറും ആണുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോഗോയിലുള്ളത് എന്തൊക്കെയാണ്? പാമും ടൈഗറും ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോഗോയിലുള്ളത്. IFSCയുടെ ഫുൾ ഫോം എന്താണ്? IFSCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? IFSCയുടെ ഫുൾ ഫോം ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് എന്നാണ്. എന്താണ് IFSCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് എന്നാണ് IFSCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ IFSC ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾക്ക് ഇന്ന് നോക്കാനായിട്ടുള്ളത്, ഈ ഒരു സെക്ഷനിൽ നോക്കാനായിട്ടുള്ളത്. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്തൊരു സെക്ഷനിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.